ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു ഡെലിവറി വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കാര്യമായിട്ടൊരു വലിയ വ്ളോഗൊന്നുമല്ല, ഒരു കുട്ടി വ്ളോഗാണ്. എനിക്ക് ഈ ഒരു മൊമെൻറ്റ്സ് ഒന്ന് എടുത്തു വെക്കണം തോന്നിയതുകൊണ്ട് മാത്രം ഞാനത് എടുത്തു വെച്ച് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ആദ്യമേ പറഞ്ഞേക്കാം. ജസ്റ്റ് ആ ഒരു ഡേയുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ മൂത്ത മോക്ക് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു വ്ളോഗ് പോലെ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെ എടുത്തു വെക്കാം, നാളെ ആ കുഞ്ഞിന് കാണാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഡെലിവറി ഡേയുടെ തലേ ദിവസം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അത് 31st ഈവനിങ്ങിന് എടുത്ത വീഡിയോ ആണ്. എനിക്ക് 31st രാവിലെ തൊട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ വിട്ട് പെയിൻ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോൾ ഡേ എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പം നമുക്ക് ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 31st വന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈവനിങ് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് ചാടി കയറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ വിട്ട് പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് പെയിൻ ഉണ്ട്, അല്ലാതെ ലേബർ പെയിനായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടില്ല. പക്ഷേ ഒരു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടായിരുന്നു. ആൻഡ് അത് നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങി, നല്ല പെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പം ക്യാബൊക്കെ ബുക്ക് ചെയ്തു. ഞങ്ങൾ കാർ എടുക്കാൻ നിന്നില്ല, കാരണം എന്ന് വെച്ചാൽ അവിടെ പാർക്കിങ്ങിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാർ എടുക്കാൻ നിന്നില്ല, ക്യാബിലാണ് പോയത്. കാരണം തിരിച്ചെന്തായാലും ഒരു 3-4 ദിവസത്തേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടാവില്ല. അപ്പോൾ കാറ് നമുക്ക് അവിടെ ഹോസ്പിറ്റലിന് പുറത്ത് പാർക്ക് ചെയ്യാനോ അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സിയിലാണ് പോയത്. ഹോസ്പിറ്റലിലെത്തി. മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഓരോ സമയത്തുള്ള മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾക്ക്. കുട്ടി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. ലാസ്റ്റ് വീക്ക് തന്നെ, അതായത് ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അധികം സമയമില്ല, എന്തായാലും വന്ന് അഡ്മിറ്റ് ആയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെ ഇങ്ങനെ അയ്യോ കുഞ്ഞ് വരാറായോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസവും കൂടി വെയിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ ആവും എന്നും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് അത്രത്തോളം പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഹോസ്പിറ്റലിലെത്തി, റൂമൊക്കെ എടുത്തു. ഡീലക്സ് റൂമായിരുന്നു എടുത്തത്. അപ്പോൾ ഞാൻ ഏതോ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞു തരാം, വേറെ വീഡിയോയിൽ പറയാം കേട്ടോ. കാരണം എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതത്ര ഭയങ്കര വലിയ ഹോസ്പിറ്റലൊന്നും അല്ല, എന്നാൽ ഈ ഹോസ്പിറ്റലിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വേറെ വീഡിയോയിൽ എൻ്റെ ഡെലിവറി സ്റ്റോറി എനിക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് കേൾക്കാനെന്നെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതിലെന്തായാലും ഈ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താവേ. അപ്പോൾ നമ്മൾ റൂമിലെത്തിയതിന് ശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പുറത്ത് പോകാൻ പാടില്ല എന്ന്. അപ്പം ഞാനവിടെ കുറച്ച് വാക്കൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടന്നു കേട്ടോ, കാരണം നല്ല പെയിൻ ഉണ്ട്. ഇപ്പം ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസാണ് ഇപ്പോൾ എൻ്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം മോള് ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു രാത്രി ഒട്ടും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ എനിക്കറിയില്ല, ചിലപ്പം ഇത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ അതോ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അവൾ 12 മണിയായി 1 മണിയായി ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇവള് ഇൻ കേസ് എന്നെ വിളിച്ചോണ്ട് പോകാനായിട്ട് വരികയാണ്, ഇൻ ബിറ്റ്വീനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവൾ കണ്ണ് തുറന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവൾ കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ ഉറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മോൾ എഴുന്നേൽക്കുകയും ചെയ്തു. ആകെ 4 മണിക്കൂർ എങ്ങാണ്ടേ ഉറങ്ങിയിട്ടുള്ളൂ, 4-5 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ലേബർ റൂമിലേക്ക് പോവാണ് കേട്ടോ, പ്രീ ലേബർ റൂമിലേക്ക് പോവാണ്. പോകുന്നതിന് മുമ്പായിട്ടുള്ള കുറച്ച് മിനിറ്റ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര സെൻറ്റിമെൻ്റൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇമോഷണൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇത് ആരൊക്കെ പറഞ്ഞാൽ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു മിനിറ്റ്സ് മാത്രം, ആ ഒരു 5 മിനിറ്റ് എനിക്ക് പറയാൻ പറ്റില്ല, അത്ര വിഷമം ഉണ്ടായിരുന്നേ. കാരണം എനിക്കറിയില്ല, ചിലപ്പോൾ പോയിട്ട് നോർമൽ ഡെലിവറി ആണോ ഓപ്പറേഷൻ ആണോ എന്താവുക ഒന്നും അറിയില്ല. ബിക്കോസ് ബേബി വെയിറ്റ് കുറച്ച് കൂടുതലാണ്, ഫ്ലൂയിഡ് ലെവൽ കുറച്ച് കൂടുതലാണ്, കുറച്ച് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി എന്താകും അവിടെ പോയിട്ട്, ചിലപ്പോൾ ഓപ്പറേഷൻ ആണോ നോർമലാണോ ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു മോളെ വിട്ടിട്ട് പോകുമ്പം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ഡെലിവറിയിൽ ഇത്രയും ടെൻഷൻസ് ഒന്നുമില്ല, നമ്മൾ പോകുന്നു, ഡെലിവറി കഴിയുന്നു, വരുന്നു. പക്ഷേ സെക്കൻഡ് ഡെലിവറി ആകുമ്പോൾ നമ്മളെപ്പോഴും ബോധഡാവുന്നത് നമ്മുടെ ഫസ്റ്റ് ബേബിയെക്കുറിച്ച് ഓർത്തിട്ട് തന്നെ ആയിരിക്കും. ഇപ്പോൾ കുഞ്ഞിന് മോക്ക് ഇത്ര ഏജ് ഉണ്ടെങ്കിൽ 8 ഇയേഴ്സ് ഉണ്ടെങ്കിൽ പോലും എൻ്റെ കണ്ണിൽ അവൾ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വിട്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ നല്ല ഹാപ്പിയാണ്. അവളുടെ വിചാരം പോയി ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ബേബി ഇങ്ങ് വരും, ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവളിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒരു 6 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും
ആയപ്പോഴത്തേന് ലേബർ വാർഡിലേക്ക് പോകാൻ പോയി. ഇനി അവിടുന്ന് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്ന് തരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് January 1 ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഭയങ്കര പെയിനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പെയിൻ വരികയും ചെയ്തു. അങ്ങനെ ഒരു 6 മണിക്കൊക്കെ മരുന്ന് തന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 11 o'clock ഒക്കെ ആയപ്പോഴത്തേന് നമ്മുടെ കുഞ്ഞാവ വന്നു കേട്ടോ. ചേച്ചിക്കുട്ടിയായിരുന്നു. ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട. കൊച്ചിന്റെ കൈ തന്നെ ഒന്നും കൊടുത്തിട്ടില്ല. തങ്കി തങ്കി സിസ്റ്റർ എടുത്തോ? അങ്ങനെ കഴിഞ്ഞ 9 മാസത്തിന് മുകളിലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത ആ ഒരു മൊമെൻറ്റ് നമ്മുടെ ബേബി നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പ്രഗ്നൻസി മോളോട് റിവീൽ ചെയ്യുന്നത് ഒരു 3rd month കഴിഞ്ഞിട്ടാണ്. ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ മോളോട് പറയുന്നത് തന്നെ. അന്ന് തൊട്ട് അവൾ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ബേബിനെ ആദ്യം റിസീവ് ചെയ്യുന്നത് മോളായിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏട്ടനോടും ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്, മോളോടും പറഞ്ഞു. അവസാനം ലേബർ റൂമിലുണ്ടായിരുന്ന നഴ്സ് ചേച്ചിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി മോളുടെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന്. അതെനിക്ക് കാണാനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് വീഡിയോ എടുക്കാൻ പറയണം, എനിക്ക് ആ ഒരു മൊമെൻറ്റ് പിന്നീടായാലും ഒന്ന് പ്ലേ ചെയ്ത് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാവ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ. ബേബിയുടെ വെയിറ്റ് വന്നിട്ട് 4 kg ആയിരുന്നു. നോർമൽ ഡെലിവറി ആണ്. അപ്പം ആ ഒരു സ്റ്റോറീസൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. നമ്മളെന്തായാലും റൂമിൽ നിന്ന്, അതായത് ലേബർ റൂമിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൂമിൽ വന്നതിന് ശേഷം അയ്യോ, പിന്നെ കുഞ്ഞിനെ മോളുടെ കയ്യിൽ തന്നെ ആയിരുന്നു എപ്പോഴും. മോളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരം നോക്കി നിൽക്കും. അവൾക്ക് ഭയങ്കര അത്ഭുതമാണ്. എന്നുവെച്ചാൽ ഇത്രയും ടൈനി ബേബിനെ അവൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ നോക്കി നിൽക്കും. കുഞ്ഞ് അനങ്ങുന്നതും സൗണ്ട് ഉണ്ടാക്കുന്നതും മൂളുന്നതും കരയുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അവൾക്ക് ശരിക്കും ബേബിയുടെ ഓരോ കാര്യങ്ങളും ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോളങ്ങ് കിടന്നുറങ്ങി. കാരണം തലേദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് നേരം വാവേനെ കളിപ്പിക്കുകയും കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് എനിക്ക് ഓൾറെഡി ഞാൻ എൻ്റെ പകുതി ഉറക്കത്തിലായിരുന്നു. പ്രീവിയസ് ഡേ ഉറക്കമില്ല. അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ഡെലിവറിയുടെ എല്ലാ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബീനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അമ്മയുടെയും ജിജുവേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം അന്നത്തെ ആ ഒരു നൈറ്റ് ഫുൾ എനിക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുമാണ് ബേബീനെ ഹാൻഡിൽ ചെയ്തത്. പിന്നെ അന്നത്തെ ദിവസം പാലൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം മാത്രം കുറച്ച് ഫോർമുല കൊടുത്തു. പിന്നെ പിറ്റേ ദിവസമായപ്പം എൻ്റെ നാട്ടിൽ നിന്ന് അച്ഛനും ചേച്ചിയും മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചിൻ്റെ നല്ല വേദന ഉണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റിച്ചൊക്കെ ഉണ്ട്. സോ ആ ഒരു പെയിനിൽ പിന്നീടുള്ള 2 ദിവസത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്ചാർജിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്നൊരു ചെറിയ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, ന്യൂ ബോൺ ബേബി ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോളെയും കൊണ്ട് അങ്ങോട്ട് പോവാണ്. മൂത്ത മോളുടെ സമയത്ത് ഇതൊന്നും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല, ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എടുക്കാൻ പറ്റാത്തത് ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും എടുത്തു. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഞങ്ങളുടെ 2 കുട്ടികളുടെയും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ വേണം തോന്നി. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അവർ തന്നെ കൊണ്ടുവരുന്ന അവരുടെ തന്നെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവൾ കണ്ണ് തുറന്ന് തന്നെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഫോട്ടോ കണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോളുടെ കുറച്ച് സോളോ ഫോട്ടോസും അതല്ലാതെ ചേച്ചിയും അനിതിയും തമ്മിലുള്ള നല്ല അടിപൊളി ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു കുഞ്ഞ് ഡെലിവറി വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.